ഇന്ന് നമുക്ക് ഒരു തക്കാളി ചട്നി ചെയ്ത് നോക്കാം. അതിനായിട്ട് മീഡിയം സൈസ് 4 തക്കാളി, മീഡിയം സൈസ് 3 സവാള, വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യത്തിന്. ചട്ടി വെച്ചു, ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. കടുവിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള, നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം. സവാള ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ എളുപ്പം ഒന്ന് വഴലാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവർ. അപ്പോൾ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, അതെല്ലാം എൻ്റെ ഒരു കണക്കാണ്, 1 ടീസ്പൂൺ കണക്കിന് ചേർക്കാം. കളർ ആവശ്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയാണല്ലോ മെയിൻ, തക്കാളി ചട്നിയല്ലേ. അപ്പോൾ തക്കാളി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. തക്കാളി ഒന്ന് വേകാൻ വേണ്ടി ഞാനൊരു ശകലം മൂടിയും വയ്ക്കും. മൂടി വെച്ച് എണ്ണ തെളിയുമ്പോൾ അതിലേക്കാണ് നമ്മൾ ശകലം സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നടുക്കായിട്ട് നമ്മൾ അതിൻ്റെ മസാല ചേർത്ത് ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. നല്ലതായിട്ട് എണ്ണ തെളിയുമ്പോൾ എണ്ണയിലേക്കാണ് ഞാൻ ഇടുന്നത്. അത് അവിടെ തന്നെ ഞാനത് പച്ച കെടുത്തി നല്ല ഇളക്കിയെടുക്കും. അപ്പോൾ ആ പച്ച മണം അങ്ങ് മാറും. നല്ലതായിട്ട് വഴറ്റി ഈ മസാലയുടെ മണമെല്ലാം മാറുന്നതാണ് നമ്മുടെ ഏതൊരു കറിയുടെയും ടേസ്റ്റും രുചിയും ഒരു ഭംഗിയൊക്കെ, കറിക്ക് ഒരു അഴകൊക്കെ വരുന്നത്. പച്ച കെട്ട് നല്ല ഒരു ബ്രൗൺ നിറമാകുമ്പോഴാണ് കറികൾക്കൊക്കെ. ഇപ്പം നമ്മൾ മുളകും മല്ലിപ്പൊടിയെല്ലാം നല്ലതായിട്ട് മിക്സാക്കി ഇതാക്കൊണ്ട് ഗ്രേവി വേണ്ടവർക്ക് തിളപ്പിച്ചരച്ച വെള്ളം, ചൂടുവെള്ളം ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് ഗ്രേവിയാക്കി എടുക്കാം. അല്ലാതെ കുറുമ മാതിരി എടുക്കുന്നവർക്ക് അങ്ങനെ, അല്ലാതെ കൂട്ട് ചട്നിയായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് ശകലം ഗ്രേവിക്ക് വേണ്ടി ചേർക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് വേണ്ടി ആയതുകൊണ്ട് ശകലം ഗ്രേവിക്ക് വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചു ചേർത്ത് നല്ലതായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴേ നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. നല്ല തക്കാളി, ഇഞ്ചിയുടെയും തക്കാളിയുടെയൊക്കെ നല്ല ഒരു മണമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ലതായിട്ട് കഴിക്കാവുന്നതാണ്, ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയുടെ കൂടെ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു റെസിപ്പി ഇട്ട് തുടങ്ങുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് വന്നതിന് ശേഷമുള്ള ടൈമിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്ത് കൂടെ കാണിക്കാം. പെട്ടെന്നുണ്ടാക്കുന്ന തക്കാളി ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, താങ്ക് യു.